അപ്പൊ ജയസൂര്യ പോലുള്ള ഒരു നടൻ അയാളുടെ ഒരു മികച്ച പ്രൊജക്റ്റിലേക്ക് താങ്കളെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു പുതുമുഖ സിനിമാറ്റോഗ്രാഫർക്ക് കിട്ടാവുന്ന ഒരു നല്ല അവസരമായിട്ട് അതിനെ നോക്കി കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം നമ്മളൊക്കെ ഞാൻ 2020 തൊട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം 26ലാണ് നമുക്ക് ഒരു ഫസ്റ്റ് ഫീച്ചർ ഫിലിം ആസ് എ കമേഴ്ഷ്യൽ മൂവി കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നാളത്തുള്ള പ്രോബ്ലം ഇതായിരുന്നു, നമുക്കൊരു ഫസ്റ്റ് പടം കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ഏതൊരു പടം ചെയ്യുമ്പോഴും അയ്യോ സിനിമ ചെയ്യാത്തവരാണ് ഇനി സിനിമയ്ക്ക് ഒരു അവസരം കിട്ടില്ല എന്നുള്ളൊരു പരിപാടി. അപ്പോൾ ഈ ഒരു ചെറിയ പടം കണ്ടിട്ട് തന്നെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഒരു വലിയ പ്രൊജക്റ്റിലോട്ട് വിളിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം ഇതൊക്കെ സ്വപ്നം കണ്ട ഒരു മൊമെൻ്റ് ആണ്. ഈ പടം കഴിഞ്ഞ് അടുത്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു പടം ഇല്ല. അപ്പോഴും ആരെങ്കിലും നമ്മുടെ വർക്ക് ശ്രദ്ധിച്ചിട്ട് വിളിക്കും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ടീമായിട്ട് ഇരിക്കുമ്പോഴാണ് ജേട്ടൻ കോൾ ചെയ്യുന്നതും ഇതെല്ലാം സംഭവിക്കുന്നതും. രതീഷ് സർ, നമ്മുടെ ഡയറക്ടർ രതീഷ് വേഗ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അപ്പം ഓൾറെഡി മ്യൂസിക് ഡയറക്ടറാണ്, കുറേ പടങ്ങളിലെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ റൈറ്ററുമാണ്. അപ്പോൾ രതീഷ് ചേട്ടൻ ഓൾറെഡി മൂവി കണ്ടു. അപ്പം അങ്ങനെ അവർക്കും വർക്കായി. ഓക്കെ ഫൈൻ, ഫാസ്റ്റായിട്ടായിരുന്നു പരിപാടികൾ സെറ്റ് ആവുന്നത്. സോ നമ്മളിട്ട് എഫേർട്സ് എല്ലാം റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി കാണുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എങ്ങനെയാണ് വരാനിരിക്കുന്ന പ്രൊജക്റ്റിനെ പറ്റി വല്ലതും ഷെയർ ചെയ്യാൻ സാധിക്കുമോ? അതിൻ്റെ ഇപ്പോൾ വളരെ മിനിമൽ ഫസ്റ്റ് ലുക്ക് പോലല്ല, ജസ്റ്റ് അനൗൺസ്മെൻറ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഓപ്പറേഷൻ ത്രാൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ മൂവി അതിൻ്റെ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഫീൽ തന്നെയാണ് നമുക്ക്. ഇച്ചിരി ഷൂട്ട് ഔട്ട്സും പരിപാടികളും മിലിറ്ററി ബേസ്ഡ് മൂവിയാണ്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു എൻ്റയർ സ്റ്റോറിയാണ്. അപ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ ഡെഫിനറ്റ്ലി ഒരു സ്വപ്നം കാണുന്ന മൂവിയാണ്. അത്രയും സ്കെയിലിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പ്ലേ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫ്രീഡത്തിലാണ് ഇപ്പം നിൽക്കുന്നത്.